ഹലോ ഗെയ്സ്, നമുക്ക് വളരെ പെട്ടെന്നൊരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. ആവശ്യമുള്ള സാധനം: 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് തക്കാളി ചതച്ചെടുത്തത്, പിന്നെ കുറച്ച് കടുക്, കറിവേപ്പില. ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് കടുക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് കാഞ്ഞി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. നന്നായി പച്ചമണം മാറുന്നവരെ ഇത് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ ഉള്ളി ഇടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിന്. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ കറിയുടെ ടേസ്റ്റ് പോകും. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തു. ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കാം. വളരെ ഈസിയായി തയ്യാറാക്കാൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കൂടുതൽ റെസിപ്പികൾ കാണാൻ വേണ്ടി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് പൊറോട്ടയുടെ, ചപ്പാത്തിയുടെ, ദോശയുടെല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കൂടാതെ കൂടുതൽ റെസിപ്പികൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ എല്ലാവരും